ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 76-ാം വാക്യം. നീയോ പൈതലേ, അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിൻ്റെ വഴി ഒരുക്കുവാനും നമ്മുടെ ദൈവത്തിൻ്റെ ആർദ്രകരുണയാൽ അവൻ്റെ ജനത്തിന് പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുപ്പാനുമായി നീ അവന് മുൻപായി നടക്കും. ഞാൻ ലൂക്കോസ് 1:76-77 വായിച്ചു. നമ്മുടെ ദൈവത്തിൻ്റെ ആർദ്രകരുണയുള്ള കർത്താവ്, നമ്മുടെ ദൈവത്തിൻ്റെ ആർദ്രകരുണ, മനസ്സരിവുള്ള കർത്താവ്, അവൻ്റെ ജനത്തിന് പാപമോചനം, അവൻ്റെ ജനത്തിന്, കർത്താവിൻ്റെ ജനത്തിന് നമ്മളൊക്കെ ദൈവത്തിൻ്റെ ജനമാണ്, ദൈവമക്കളാണ്. ആർദ്രകരുണയാൽ പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുപ്പാനുമായി, പാപമോചനത്തിൻ്റെ രക്ഷാമാർഗം, രക്ഷാപരിജ്ഞാനം കൊടുപ്പാനുമായി. രക്ഷാപരിജ്ഞാനം എന്ന് പറഞ്ഞാൽ രക്ഷ പ്ലസ് ജ്ഞാനം, രക്ഷയുടെ ജ്ഞാനം നമുക്ക് ലഭിക്കാനായി, പാപമോചനത്തിനായി രക്ഷാപരിജ്ഞാനം കൊടുപ്പാനുമായി നീ അവന് മുൻപായി നടക്കും. യേശുക്രിസ്തുവിൻ്റെ മുൻപായി നമ്മൾ നടക്കുന്നവരായി മാറുകയാണ്. നീയോ പൈതലേ, അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിൻ്റെ വഴി ഒരുക്കുവാനും നമ്മുടെ ദൈവത്തിൻ്റെ ആർദ്രകരുണയാൽ അവൻ്റെ രക്ഷാമാർഗം അറിയിപ്പാനും നീ അവന് മുൻപായി നടക്കും. എത്ര നല്ല വാക്യം നമ്മൾ ധ്യാനിക്കേണ്ടതാകുന്നു. മനസ്സലിവുള്ള കർത്താവ്. ഇന്നത്തെ ജനറേഷൻ ദൈവ പൈതലേ, നീയോ പൈതലേ. ഇന്നത്തെ പൈതലെല്ലാവരും റെസ്പെക്റ്റ് കൊടുക്കുന്ന പൈതങ്ങളാണോ? അല്ല. ഇന്നത്തെ പൈതങ്ങൾ ആരും റെസ്പെക്റ്റ് മൂത്തർക്ക് കൊടുക്കാറില്ല. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ബാഡ് ജനറേഷനാണ് ഇന്നത്തെ തലമുറകൾ. ആകെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതാകുന്നു. രക്ഷിക്കപ്പെടാനും സ്നാനപ്പെടാനും ആത്മാവിൽ ആരാധിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം ലഭിക്കാനും അവർക്ക് വേണ്ടി മോട്ടീവായി പ്രാർത്ഥിക്കേണ്ടതാകുന്നു. അല്ലെങ്കിൽ നശിച്ചു പോകുന്ന തലമുറയായി മാറും. ഈ കാരണം എന്താണ്? മാതാപിതാക്കൾ വേറെ വഴിയായിട്ടുള്ളവർ ആയതുകൊണ്ടാണ്. മാതാപിതാക്കൾ സാക്ഷി വഹിക്കുകയാണെങ്കിൽ മക്കൾ നല്ല നിലയിൽ ജീവിക്കും. നശിച്ചു പോകുന്ന തലമുറയ്ക്ക് പോകാതെ നീയോ അവൻ്റെ മുൻപായി നടക്കും. നീയോ പൈതലേ, അത്യുന്നത പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിൻ്റെ വഴി ഒരുക്കുവാനും നമ്മുടെ ദൈവത്തിൻ്റെ ആർദ്രകരുണയാൽ അവൻ്റെ ജനത്തിന് പാപമോചനത്തിൽ രക്ഷാപരിജ്ഞാനം കൊടുക്കാനുമായി നീ അവന് മുൻപായി നടക്കും. അത്ര നല്ല വാക്യം. ഈ വാക്യം ഞാൻ ധ്യാനിക്കേണ്ടതാകുന്നു. ആമീൻ.